ഹലോ ഗായ്സ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ അടിപൊളിയായിട്ടുള്ള ഒരു സോസേജ് റോസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ആദ്യമായിട്ട് സോസേജ് കഴിക്കണത്. പല ആൾക്കാരും സോസേജ് എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിട്ടോ, പിന്നെ ചിലപ്പോൾ നിങ്ങൾ സോസേജിന്റെ ഒരു ഫാനായി മാറും. ഉള്ളി, തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ഈ 4 ഇൻഗ്രീഡിയൻസ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടായ സോസേജും. പണ്ടൊക്കെ ഈ സോസേജ് ഉണ്ടല്ലോ ഞാൻ വാങ്ങാൻ മടിച്ചിരുന്ന സാധനമാണ്. പിന്നെ പല പല വെറൈറ്റി റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ലാസ്റ്റ് വിജയിച്ച സാധനമായിട്ടത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾ മാത്രം നിങ്ങളെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ഒരാൾ ഇനി കുക്കിംഗ് അറിയില്ല എന്ന് പറയരുത്. കുക്കിങ്ങിനും ലൈഫിൽ ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ഒരു 4-5 മാസം അടുപ്പിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും അത് മടുത്തു പോകും. പിന്നെ വയറിന് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റൂമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം മാത്രമേ കുക്കിംഗ് തുടങ്ങലുള്ളൂ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, വെളുത്തുള്ളി അതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഉള്ളിയും വെളുത്തുള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിൽ കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ. ആ കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മക്കളെ അതിനൊരു സ്മെല്ല് വരാണ്ട്. ഈ കറിവേപ്പില കരിയാൻ നിൽക്കാതെ നമ്മൾ നല്ല ചെറുതാക്കി അരിഞ്ഞ തക്കാളി ഉണ്ട് അതങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കുക. പിന്നെയാണ് നമ്മളേക്ക് മസാലകൾ ചേർക്കേണ്ടത്. നമ്മളിതിൽ ഓവറായിട്ട് മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ്, പിന്നെ അതിന്റെ കൂടെ നമ്മൾ ചിക്കൻ മസാല, അതേപോലെ തന്നെ ജീരകപ്പൊടി, വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത് സാൾട്ടഡ് ആയിട്ടുള്ള സോസേജാണ് വരുന്നത്. ഇത് ഏകദേശം പാകാന് ശേഷം ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച സോസേജും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സോസേജ് ചേർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കണം. ഈ സോസേജ് റെഡി ടു ഈറ്റ് ആണ് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു ഹാഫ് കുക്കിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഇത് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന വരെ മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മളെ സോസേജ് ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ ചാനലിൽ ഇനി അടിപൊളി വീഡിയോസ് വരും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാം.